ഹലോ എവരി വൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ സ്ട്രെയിൻ എനർജി എന്താണെന്നും അതിനെക്കുറിച്ച് ബ്രീഫായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായിരുന്നു സ്ട്രെയിൻ എനർജി? ഒരു മെറ്റീരിയലിനകത്ത് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുമ്പോൾ അതിനകത്ത് വരുന്ന ഡീഫോർമേഷൻ, ഓക്കെ, ആ ഡീഫോർമേഷനിലേക്ക് ആ ബോഡി എത്താൻ വേണ്ടിയിട്ട് ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഈ ഫോഴ്സ് വഴി ഓവർകം ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഈ ഓവർകം ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റിംഗ് ആയിട്ട് വരുന്ന ആ ഫോഴ്സ് കാരണം വരുന്ന ഒരു വർക്ക് ഡൺ, അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് കാരണം വരുന്ന ഒരു എനർജി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മളിവിടെ ഒരു മെറ്റീരിയൽ കാണുന്നുണ്ട്, ഇതിനെ നമ്മൾ എലോങ്ങേറ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഇതിനകത്തൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ഇതിന് ഒരു ടെൻഡൻസി ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ട്? അതിൻ്റെ ആ ഒരു ഡയമെൻഷനൊക്കെ ഒന്ന് മാറി ഒന്ന് വലിഞ്ഞു നീങ്ങാനോ അല്ലെങ്കിൽ ഒരു ഡിഫോം സ്റ്റേറ്റിലേക്ക് അതിനെ മാറാനോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഡിഫോം സ്റ്റേറ്റിലേക്ക് ഇതിനെ നിലനിർത്തുന്നതിൽ നമ്മൾ എപ്പോഴും അതിനകത്ത് എന്ത് ആക്ട് ചെയ്യണം? ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അതേസമയം നമ്മൾ ഈ ഫോഴ്സ് റിമൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും? ആ ഒരു ബോഡി പഴയ സ്റ്റേറ്റിലേക്ക് പോകും. അപ്പം നമ്മളൊരു അമ്പും വില്ലും വേണമെന്ന് ഓർക്കാം. അതായത് നമ്മൾ ആ ഒരു ത്രെഡ് വലിച്ചു പിടിക്കുന്ന സമയത്ത് ആ ഒരു മെറ്റീരിയലിന് അല്ലെങ്കിൽ ആ ഒരു ത്രെഡിന് തിരിച്ച് പഴയ ആ ഒരു പൊസിഷനിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്, അല്ലേ? അപ്പം നമ്മൾ എപ്പോഴാണോ ആ കൈ നമ്മൾ വിടുന്നത്, ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ആ ഒരു സ്ട്രിങ്ങിൽ സ്റ്റോർ ചെയ്യപ്പെട്ട എനർജി ആ ഒരു വില്ലിലേക്ക് വന്ന് അത് അമ്പിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പം ആ രീതിയിൽ ജസ്റ്റ് ഓർത്താൽ മതി. ആ ഒരു സ്ട്രിങ്ങിൽ സ്റ്റോർ ചെയ്യപ്പെട്ട എനർജി അമ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതുവഴിയാണ് ആ ഒരു അമ്പ് മുന്നിലേക്ക് മൂവ് ആവുന്നത്. ഓക്കെ, അപ്പം ആ സ്ട്രിങ്ങിൽ സ്റ്റോർ ചെയ്യപ്പെട്ട എനർജിയാണ് ആ ഒരു കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ആ ഒരു ആരോയിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പം അങ്ങനെ ഒരു ഡിഫോംഡ് ബോഡിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി, അതിനെയാണ് നമ്മൾ എന്തായിട്ട് പഠിച്ചത്? സ്ട്രെയിൻ എനർജി ആയിട്ട് പഠിച്ചത്. അപ്പം നമ്മൾ ഇതിനൊരു ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇന്റേണൽ എനർജി which is stored in the body in any material which is loaded within the elastic limit. ഇവിടെ നമ്മൾ എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാനുള്ള ഒരു കണ്ടീഷൻ എന്താണ്? കാരണം എലാസ്റ്റിക് ലിമിറ്റിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ലോഡിങ് കൊടുത്താൽ അതിനൊരു പെർമനന്റ് ഡിഫോർമേഷൻ എത്തുകയാണ്, അല്ലെങ്കിൽ അതിന് ആ ഒരു പഴയ സ്റ്റേറ്റിലേക്ക് എത്താനുള്ള കഴിവ് നശിച്ചു പോവുകയാണ്, അല്ലേ? അതിനാണ് നമ്മൾ എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു എലാസ്റ്റിക് ലിമിറ്റ് വരെ നമ്മൾ ലോഡ് കൊടുത്താൽ മാത്രം, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് എലാസ്റ്റിക് ലിമിറ്റിന്റെ ഉള്ളിലാണെങ്കിൽ മാത്രമേ അതിന് തിരിച്ച് ആ ഒരു ഷേപ്പിലേക്ക് ഒരു ഡിഫോർമേഷൻ അല്ലെങ്കിൽ ഒരു പെർമനന്റ് ഡിഫോർമേഷൻ ഇല്ലാണ്ട് തന്നെ അതിന് തിരിച്ച് എത്താൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എലാസ്റ്റിക് ലിമിറ്റ് എന്നൊരു കണ്ടീഷനും പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നത് ഇതിൻ്റെ ഒരു ഇക്വേഷനാണ്. ഓക്കെ, എത്രയായിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു ഡിഫോർമേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇക്വേഷനായിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ഈ ഒരു സ്ട്രെയിൻ എനർജി, ഒരു മെറ്റീരിയലിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ആ ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് അല്ലെങ്കിൽ നമ്മൾ ലോഡ് ഡിഫ്ലക്ഷൻ ഗ്രാഫ് എടുക്കണം. അപ്പം ഇത് ഒരു ലോഡ് ഡിഫ്ലക്ഷൻ ഗ്രാഫാണ്. ഇവിടെ നമ്മൾ ഡിഫ്ലക്ഷൻ എഴുതും, ഡെൽറ്റ. ഇവിടെ നമ്മൾ അതിനകത്ത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. അപ്പം നമുക്കറിയാം, കൊടുക്കുന്ന ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് ആ ഒരു മെറ്റീരിയലിൻ്റെ ഡിഫ്ലക്ഷനും കൂടുന്നു, അല്ലെങ്കിൽ അതിന് വരുന്ന ആ ഒരു ഡിഫോർമേഷനും കൂടുന്നു. അപ്പം ഇത് ലോഡ്, ഇത് അതിനകത്ത് വരുന്ന ഡിഫോർമേഷൻ. അപ്പം നമ്മൾ ഈ ഒരു ഗ്രാഫിൽ നിന്ന് സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഈ ഒരു ഗ്രാഫിൻ്റെ ഏരിയ എടുത്താൽ മതി. അതായത് ഇതിൻ്റെ ഈ ഒരു താഴത്തെ പോർഷനിലെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ. ഓക്കെ, കാരണം എന്താണ്? ഈ ലോഡ് കാരണം ഇതിനകത്ത് എത്ര വർക്കാണ് ചെയ്തിരിക്കുന്നത്? നമ്മൾ
പണ്ടത്തെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, അതല്ലേ വർക്ക് ഡൺ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അതുപോലെ തന്നെ ഈ ഫോഴ്സ് കാരണം എത്രമാത്രമാണ് ഈ ഒരു ബോഡി ഡീഫോം ആയത്, ആ ഒരു വർക്ക് ഡൺ, അതാണ് ഇതിനകത്ത് എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നത്, സ്ട്രെയിൻ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. അപ്പം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഈ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദി വർക്ക് ഡൺ. ഈ വർക്ക് ഡൺ ആണ് നമ്മുടെ കണ്ടുപിടിക്കേണ്ട ആ ഒരു സ്ട്രെയിൻ എനർജി. സ്ട്രെയിൻ എനർജീൻ്റെ മറ്റൊരു പേര് ഞാൻ പറഞ്ഞായിരുന്നു, എന്താണ്, റെസിലിയൻസ്. ഓക്കെ, ഈ സ്ട്രെയിൻ എനർജി മാക്സിമം ആവുന്ന ആ ഒരു ടേം അല്ലെങ്കിൽ അതിനകത്ത് എലാസ്റ്റിക് ലിമിറ്റിൽ വരുന്ന സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് എന്തായിരുന്നു, പ്രൂഫ് റെസിലിയൻസ്, മാക്സിമം സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് അല്ലേ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ഈ രണ്ട് ടേം ഒന്ന് ഓർക്കുക അതിൻ്റെ കൂടെ. അപ്പം നമ്മൾ സ്ട്രെയിൻ എനർജി അല്ലെങ്കിൽ റെസിലിയൻസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് യു എന്ന് പറയുന്ന ആൽഫബറ്റ് കൊണ്ടാണ്. അപ്പം നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് യു അല്ലേ, യു ഈക്വൽ ടു ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഞാനതിന് വേണം ഒരു ABC എന്നൊരു പേരിടാം, ABC. ഓക്കെ, അപ്പം അതിനകത്ത് ആ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് പി ലോഡ് ഇൻറ്റു ഡിഫ്ലക്ഷൻ അല്ലേ. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് വരെ അപ്ലൈ ചെയ്ത ഫോഴ്സ്. ഓക്കെ, അതാണല്ലോ ഈ ഹൈറ്റ്. ഇനി ഇതിൻ്റെ ബേസ് വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടം വരെ ഉണ്ടായ ഡിഫ്ലക്ഷൻ, അതിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഡെൽറ്റ. ഓക്കെ, അപ്പം ഈ ഒരു സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് ഹാഫ് പി ഇൻറ്റു ഡെൽറ്റ. ഇനി നമ്മൾ ഇതിനകത്ത് ഓരോ വാല്യൂസ് ഒന്ന് മാറ്റി നോക്കണം. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന ആ ഒരു ഡിഫ്ലക്ഷൻ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചായിരുന്നല്ലോ. ഒരു ഫോഴ്സ് പി ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ബോഡിയിൽ വരുന്ന ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിഫോർമേഷൻ എന്ന് പറയുന്നത് പി ഇൻറ്റു എൽ ബൈ എ ഇ എന്നല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ആദ്യം. അപ്പം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഹാഫ് പി ഇൻറ്റു പി എൽ ബൈ എ ഇ. ഓക്കെ, ഇനി ഈ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് പി. ഈ പിനെ നമുക്കൊന്ന് മാറ്റാം. അപ്പം നമുക്ക് ഈ ഒരു ബോഡിയിൽ അനുഭവപ്പെടുന്ന സ്ട്രെസ് അല്ലെങ്കിൽ ഈ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് സിഗ്മ എന്ന് പറയുന്നത് എത്രയായിരിക്കും, പി ബൈ എ അല്ലേ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഈ പിക്ക് പകരം എന്തെഴുതണം, പി ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ എന്ന് എഴുതാം അല്ലേ. അതായത് ഈ പി ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ. ആ പിനെ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പം ഇക്വേഷൻ എങ്ങനെ മാറും, ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സിഗ്മ ഇൻറ്റു എ. ഈ പിനെ മാറ്റി നമ്മൾ സിഗ്മ ഇൻറ്റു എ എഴുതി. ഇനി ഈ പി ബൈ എ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, സിഗ്മ തന്നെയല്ലേ, ഇൻറ്റു സിഗ്മ ഇൻറ്റു എൽ ബൈ എ ഇ. ഓക്കെ ഓക്കെ, ഇവിടെ നമ്മൾ പി ബൈ എക്ക് പകരമാണ് സിഗ്മ കിട്ടിയത്. അപ്പം നമുക്ക് താഴെ ഈ ഒരു എ ഇല്ല അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഇക്വേഷൻ വന്നത് മനസ്സിലായി കാണും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സിഗ്മ എന്ന് പറയുമ്പോൾ നമുക്ക് സിഗ്മ സ്ക്വയർ എന്ന് എഴുതാം, ഇൻറ്റു എ ഇൻറ്റു എൽ, ഏരിയ ഇൻറ്റു ലെങ്ത്, ഡിവൈഡഡ് ബൈ ഇ. ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചേ, ഒരു മെറ്റീരിയൽ, ഓക്കെ, ഈ ഒരു മെറ്റീരിയലിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു അതിൻ്റെ ലെങ്ത്. അപ്പം ഇവിടെ നമുക്ക് കാണാമല്ലോ, ഇതാണ് അതിൻ്റെ ലെങ്ത്, ഈ ഒരു ഭാഗത്തെ ഏരിയ ആണ് അതിൻ്റെ ഏരിയ. അപ്പം ഈ ഒരു ഏരിയ ഇൻറ്റു ഈ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു മെറ്റീരിയലിൻ്റെ എന്ത് കിട്ടും, നമുക്ക് വോളിയം കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആ ഒരു എക്സ്പ്രഷൻ കിട്ടുകയാണ്, ഹാഫ് ഇൻറ്റു ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സിഗ്മ സ്ക്വയർ ഇൻറ്റു വി ഡിവൈഡഡ് ബൈ ഇ. ഒരു ഗ്രാജുവലി അപ്ലൈഡ് ലോഡ്, ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് ഇതിനകത്ത് ആക്ട് ചെയ്യുമ്പം ഇതിനകത്ത് വരുന്ന സ്ട്രെയിൻ എനർജി യുവിൻ്റെ ഇക്വേഷനാണ് നമ്മളിപ്പം ഡിറൈവ് ചെയ്തത്. യു ഇസ് ഈക്വൽ ടു ഹാഫ് സിഗ്മ സ്ക്വയർ ഇൻറ്റു വി ഡിവൈഡഡ് ബൈ ഇ. ഈ ഒരു ഇക്വേഷനാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ളത്. അപ്പം ഈ ഒരു ഇക്വേഷൻ വന്ന വഴി ഒന്ന് ഓർത്തോളൂ. ഇവിടെ നിന്നായിരുന്നു നമുക്ക് കിട്ടിയേക്കുന്നത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് അല്ലേ. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൻ്റെ ഏരിയ എടുത്തു, അവിടെ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, യു ഇസ് ഈക്വൽ ടു ഹാഫ്
സിഗ്മ സ്ക്വയർ ഇൻറ്റു വി ഡിവൈഡഡ് ബൈ ഇ. ഇതിനകത്ത് നമുക്ക് ഓരോ ടേം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. യു എന്ന് പറയുന്നത് അതിനകത്ത് അനുഭവപ്പെടുന്ന സ്റ്റോർഡ് എനർജി അല്ലെങ്കിൽ സ്ട്രെയിൻ എനർജി അല്ലേ, സ്ട്രെയിൻ എനർജി. പിന്നെ സിഗ്മ എന്ന് പറയുന്നത് ആ ഒരു ബോഡിയിൽ വരുന്ന ഫോഴ്സ് പെർ ഏരിയ അല്ലെങ്കിൽ സ്ട്രെസ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. പിന്നെ വി എന്ന് പറയുന്നത് ആ ഒരു വസ്തുവിൻ്റെ വോളിയം. ഇ എന്ന് പറയുന്നത് എന്താണ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പം ഇത്രയും ടേംസ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പം പ്രൂഫ് റെസിലിയൻസ് ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്ന യു എന്ന് പറയുന്നത് എന്താണ്, വെറും റെസിലിയൻസ് അല്ലേ. പ്രൂഫ് റെസിലിയൻസ് ആണെങ്കിലോ ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നു മാക്സിമം സ്ട്രെയിൻ എനർജി മാക്സിമം ആവുന്നൊരു കേസ് അല്ലേ. അപ്പം നമുക്കിവിടെ യു മാക്സ് ആണ് പ്രൂഫ് റെസിലിയൻസ്. അപ്പോൾ അവിടെ എന്തായിരിക്കണം മാക്സിമം ആയിട്ട് വരേണ്ടത്, ഇതിനകത്ത് സ്ട്രെസ് കൂടുന്നതിനനുസരിച്ചാണല്ലോ സ്ട്രെയിൻ എനർജി കൂടുന്നത്. അപ്പം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, സിഗ്മ മാക്സ് അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന മാക്സിമം സ്ട്രെസ്സിൻ്റെ സ്ക്വയർ ഇൻറ്റു വി ഡിവൈഡഡ് ബൈ ഇ. അതാണ് എന്ത്, പ്രൂഫ് റെസിലിയൻസ്. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ ഉള്ളത് എന്തായിരുന്നു, മോഡുലസ് ഓഫ് റെസിലിയൻസ്. മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്താണെന്ന് ഓർമ്മയുണ്ടോ? മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പോൾ യൂണിറ്റ് വോളിയം അല്ലേ, ഒരു യൂണിറ്റ് വോളിയത്തിൽ അനുഭവപ്പെടുന്ന മാക്സിമം പ്രൂഫ് റെസിലിയൻസ്, അതിനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഈ യു മാക്സ് ഡിവൈഡഡ് ബൈ വോളിയം ചെയ്താൽ പോരെ, ഡിവൈഡഡ് ബൈ വോളിയം ചെയ്യണം. അപ്പം എന്താവും, ഹാഫ് സിഗ്മ മാക്സ് സ്ക്വയർ ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ ഇ ഡിവൈഡഡ് ബൈ വോളിയം അല്ലെ, ഈ വോളിയം കൂടെ. അപ്പം എന്താവും, ഈ രണ്ട് വോളിയം ക്യാൻസൽ ആയി പോവും. അപ്പം നമുക്ക് എന്താ ബാക്കിയുള്ളൂ, ഇതിനകത്ത് വരുന്ന പ്രൂഫ് റെസിലിയൻസ് എന്ന് വെച്ചാൽ ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് സിഗ്മ മാക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ. ഇതാണ് എന്ത്, മോഡുലസ് ഓഫ് റെസിലിയൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 3 ഇക്വേഷൻ ഇപ്പം നമ്മൾ പഠിക്കണം. സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഈ ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.